എല്ലാവർക്കും മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് എസ് ഐയെ തല്ലി അവശനാക്കുന്ന വിക്രമിനെയാണ്. വിക്രമിൻ്റെ അടി കൊണ്ടിട്ട് അവസാനം എസ് ഐ പറയുന്നുണ്ട്, മതി, എനിക്ക് മതിയായി, ഇനി എന്നെ അടിക്കരുത്. ഇത് കേൾക്കുന്ന വിക്രമാകട്ടെ, പക്ഷേ തനിക്ക് മതിയായിട്ടില്ല. എന്നോടുള്ള നിന്റെ വൈരാഗ്യം എൻ്റെ കുടുംബത്തോട് വേണ്ടെന്ന് എത്ര തവണ നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും എൻ്റെ അച്ഛനെയും ചേട്ടന്മാരെയും നീ കയറി തൊട്ടു. ഇതൊന്നും നോക്കിയിട്ട് ഞാൻ മറയത്ത് തന്നെ ഇരിക്കുമെന്ന് നീ വിചാരിച്ചോ? അതിനുശേഷം ഒരു കാര്യം കൂടി പറഞ്ഞ് വിക്രം അവസാനിപ്പിക്കുന്നു. ഇനി എന്തായാലും നിങ്ങൾ സർവീസിൽ ഇരിക്കാനായിട്ട് ഫിറ്റല്ല. കാരണം കഴുത്തൊടിഞ്ഞ ഒരു പോലീസുകാരനും എന്തായാലും ഇതുവരെ സർവീസിലുണ്ടായിട്ടില്ല. ഇത് പറഞ്ഞ ശേഷം എസ് ഐയുടെ കഴുത്തൊടിക്കാൻ ശ്രമിക്കുകയാണ് വിക്രം. ഇതേസമയം ഇഷിതയുടെ ഫോണിലേക്ക് വേദയുടെ കോൾ വരുന്നു. നിങ്ങളിതുവരെ ഇറങ്ങിയില്ലേ എന്നും ഏട്ടനും ഏട്ടത്തിയും കൂടെ ഒരു സിനിമയ്ക്ക് പോയിരിക്കുകയാണ്. അവരെന്തായാലും വരാനായിട്ട് 2 മണിയെങ്കിലും ആകും. അതിനുള്ളിൽ നീ വിക്രമിനെ ഇവിടെ കൊണ്ടാക്കണം. ഇതെല്ലാം കേട്ടിട്ടും യാതൊന്നും പറയാതെ മടിച്ചു നിൽക്കുന്ന ഇഷിതയോട് എന്താ നീ ഒന്നും പറയാത്തത്? മടിച്ചാണെങ്കിലും ഇഷിത കാര്യം അവതരിപ്പിക്കുന്നു. അത് വിക്രം ഇവിടെ ഇല്ല, ഇപ്പോൾ വരാമെന്നും പറഞ്ഞ് എൻ്റെ കയ്യിൽ നിന്ന് കാറിൻ്റെ ചാവി മേടിച്ച് പോയതാണ്. പക്ഷേ എങ്ങോട്ടേക്കാണ് പോയതെന്ന് തന്നോട് പറഞ്ഞിട്ടില്ലെന്നും ഇഷിത പറയുന്നു. ഇത് കേട്ട പാടെ വേദ ഇഷിതയോട് ദേഷ്യപ്പെടുന്നു. എന്ത് പണിയാണ് ഇഷിത നീ കാണിച്ചത്? അങ്ങനെയൊക്കെ ചെയ്യാമോ? ഇനിയിപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായെന്ന് ആർക്കറിയാം? അങ്ങനെ വിക്രം ആവശ്യപ്പെട്ടെങ്കിൽ തന്നെ നീ അത് ചെയ്തതായിരുന്നു. മാത്രമല്ല അങ്ങനെയുള്ള ആ സമയത്ത് തന്നെ നിനക്ക് എന്നെ വിളിച്ചുകൂടായിരുന്നോ? ഇതിനുള്ള മറുപടിയായി ഇഷിത, വിക്രം അത്രയും നിർബന്ധം പറഞ്ഞിട്ടാ, മാത്രമല്ല പോയെങ്കിൽ മാത്രമേ പല കാര്യങ്ങളും ശരിയാകുള്ളൂ എന്നും കൂടി വിക്രം പറഞ്ഞിരുന്നു. ഇങ്ങനെ ഇന്നത്തെ ദിവസം പോവാതിരുന്നാൽ നാളെ ഒരു കാലത്ത് തനിക്ക് കൂടി അതൊരു അപകടമായി വരുമെന്ന് വിക്രം പറഞ്ഞതുകൊണ്ട് മാത്രമാണ് വിക്രമിനെ പോകാൻ അനുവദിച്ചതെന്നാണ് ഇഷിതയുടെ വാദം. യുമായി സംസാരിച്ച് നിൽക്കവെ തന്നെ വിക്രം കാറുമായി വരുന്നത് ഇഷിത കാണുന്നു. പിന്നെ വേദ ഉടൻ തന്നെ നിങ്ങൾ അവിടെ നിന്ന് പുറപ്പെട്ടുകൊള്ളാനായിട്ട് ഇഷിതയോട് ആവശ്യപ്പെടുന്നു. ആ സമയത്തിനുള്ളിൽ തന്നെ ഇഷിത വിക്രമിനെ കൂട്ടി വേദയുടെ വീട്ടിലേക്ക് വരുന്നു. ചെയ്തു തന്ന എല്ലാ ഉപകാരങ്ങൾക്കും വേദ ഇഷിതയോട് നന്ദി പറഞ്ഞ ശേഷം വിക്രമിനെ കൂട്ടി അകത്തേക്ക് പോകുന്നു. മുറിയിൽ ചെന്ന് വിക്രമിനെ കട്ടിലിരുത്തിയപ്പോഴാണ് വേദ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെടുന്നത്. വിക്രമിൻ്റെ കാലിൽ നിന്ന് ചോര ഒലിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതാകട്ടെ ആ വീടിനകത്ത് പലയിടത്തുമായിട്ടുമുണ്ട്. ആരുടെയെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാലോ എന്ന് വിചാരിച്ച് വേദ പെട്ടെന്ന് തന്നെ അതെല്ലാം ക്ലീൻ ചെയ്യുന്നു. ഇതിൻ്റെ കാലിൽ നിന്ന് അപ്പോഴും നിർത്താതെ ചോര വരുന്നത് കണ്ട് വേദ എന്താണ് ശരിക്കും ഉണ്ടായതെന്ന് ചോദിക്കുന്നെങ്കിലും വിക്രം യാതൊന്നും തന്നെ വിട്ടു പറയുന്നില്ല. നേത്താണ് ഇഷിതയുടെ കോള് വരുന്നത്. വേദയോട് ഇഷിത വിക്രമിൻ്റെ മുറിവിലെ സ്റ്റിച്ചിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അതൊന്ന് ഡ്രസ്സ് ചെയ്ത് കൊടുക്കാൻ ആവശ്യപ്പെടുന്നു. അങ്ങനെ വേദ വിക്രമിന് വേണ്ടുന്ന സഹായങ്ങളെല്ലാം ചെയ്തു കൊടുക്കുകയാണ്. ഇതൊന്നും തനിക്ക് ചെയ്തു തരേണ്ട ആവശ്യമില്ലെന്നും ആരെങ്കിലും വന്ന് കണ്ടാൽ അത് കുഴപ്പമാവില്ലെന്നും വിക്രം ചോദിക്കുമ്പോൾ പണ്ടേ തൻ്റെ മുറിയിലേക്ക് ആരും വരാറില്ല, പ്രത്യേകിച്ച് ഇപ്പോഴാകട്ടെ ആരും തന്നെ വരത്തില്ല. പിന്നെ വേദ വിക്രമിന് വേണ്ടുന്ന സഹായങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്ന കൂട്ടത്തിൽ തന്നെ വീണ്ടും വിക്രമിൻ്റെ കയ്യിലെ മുറിവ് വേദയുടെ ശ്രദ്ധയിൽപ്പെടുന്നു. ഇതെന്ത് പറ്റിയതാണെന്നാണ് വേദ ചോദിക്കുന്നത്. അവസാനം ഒരുപാട് നേരത്തെ വേദയുടെ ചോദ്യത്തിനുള്ള ഉത്തരമെന്നാണ് വിക്രം കാര്യം അവതരിപ്പിക്കുന്നു. കൊള്ളാതിരിക്കാൻ വേണ്ടി താൻ കയറി പിടിച്ചതാണെന്നാണ് വിക്രം പറയുന്നത്. ഇത് കേൾക്കുന്ന വേദ വീണ്ടും ഓരോ പ്രശ്നത്തിലേക്ക് എടുത്ത് ചാടുകയാണോ? ഒന്നും വേണ്ട, എല്ലാം അവസാനിപ്പിക്കാൻ നോക്കുമ്പോൾ അറിഞ്ഞുകൊണ്ട് ഓരോ അപകടം വരുത്തി വെക്കുക. ഇത് കേൾക്കുന്ന വിക്രമാകട്ടെ തൻ്റെ കുടുംബത്തിന് നേരെ ഓരോരുത്തർ ഓരോ ചെയ്ത് കൂട്ടുമ്പോൾ ഞാൻ എങ്ങനെ അടങ്ങിയിരിക്കും? അല്ല, ഇന്ന് ഏട്ടന്മാരുടെയും അച്ഛൻ്റെയും നേർക്കാണ് അവർ ചെന്നിട്ടുള്ളതെങ്കിൽ നാളെ അമ്മയുടെയും ഏട്ടത്തിമാരുടെയും നേർക്കായിരിക്കും. ഇതെല്ലാം ഒരവസാനം വേണ്ടേ? വേണ്ട, എസ് ഐ മരിച്ചിട്ടൊന്നുമില്ല, പക്ഷേ കണക്കിന് താൻ ആവശ്യത്തിന് അത്രയും കൊടുത്തിട്ടുണ്ടെന്ന് വേദയോടായി പറയുന്നു. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വേദ വിക്രമിന് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. മുറിവിലേക്ക് ആവശ്യമായ മരുന്നും മറ്റു സാധനങ്ങളുമെല്ലാം വെച്ച് കെട്ടുകയും ഇതിനിടയിൽ വിക്രം മറ്റൊരു കാര്യം ശ്രദ്ധയിൽപ്പെടുന്നു. വേദ തന്നോട് മിണ്ടുന്നതേയില്ല. ഒക്കെയുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു തന്ന ശേഷം അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്ന വേദയുടെ കയ്യിൽ പിടിച്ച് വിക്രം ഒന്ന് ചോദിക്കുന്നുണ്ട്, വേദ എന്നോട് പിണക്കമാണോ? ഇത് കേൾക്കുന്ന വേദയാകട്ടെ, അതിന് ഞാൻ എന്തിനു പിണങ്ങണം? നിങ്ങളെ തെറ്റിൻ്റെ വഴിയിൽ നിന്ന് നീക്കാനായിട്ട് നിങ്ങളുടെ സ്വന്തം അച്ഛൻ വിചാരിച്ചിട്ട് പോലും നടന്നിട്ടില്ലല്ലോ, പിന്നാണോ ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ? ഇത് കേൾക്കുന്ന വിക്രമിൻ്റെ മറുപടി മറ്റൊന്നായിരുന്നു. അതുകൊണ്ടല്ല, ചില കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യണം, അല്ലെങ്കിൽ പിന്നെ അത് അതിലും വലിയ വിക്രം സ്വയം ന്യായീകരിക്കാനായി ഓരോന്ന് പറയുന്നുണ്ടെങ്കിലും അതൊന്നും കേൾക്കാൻ കൂട്ടാകുന്നില്ല വേദ. അവസാനം വേദയുടെ വഴക്കും ഉപദേശവും സഹിക്കാൻ വയ്യാതെ വിക്രം വേദയോട് മാപ്പ് പറയുന്നുണ്ട്. സോറി, ഞാൻ ഇനി ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല. ഇത് കേൾക്കുന്ന വേദയുടെ എല്ലാ ദേഷ്യങ്ങളും ഇല്ലാതാകുന്നു. എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി അതിനെപ്പറ്റി ഓർത്ത് വിഷമിക്കേണ്ടെന്ന് വേദ വിക്രമിനോടായി പറയുന്നുണ്ട്. മാത്രമല്ല, സമയം ഇത്രയായില്ലേ, വിക്രം റെസ്റ്റ് എടുത്തോളൂ, കിടന്നുറങ്ങിക്കൊള്ളാനായിട്ട് വേദ ആവശ്യപ്പെടുന്നു. അതിനുശേഷം വേദ സ്വയം നിലത്ത് വിരിച്ച് അവരിരുവരും രണ്ടിടത്തായി കിടന്ന് അങ്ങനെ ഉറങ്ങുന്നു. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിരിക്കുന്നു. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.